ഗായ്സ് ഹായ് ഗായ്സ് സോ വെൽക്കം ടു മൈ ചാനൽ. അപ്പം എന്താ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ചുമ്മാ വീഡിയോ എടുക്കുകയാണ്. ഇപ്പോൾ നോക്കിയാലും കൺസ്ട്രക്ഷനാണ് ഇവിടെ വന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, 24 മണിക്കൂർ ഇവിടെ കൺസ്ട്രക്ഷനാണ്. നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. ആക്ച്വലി ഞാൻ എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ എന്തായാലും എനിക്ക് ഭയങ്കര വളുപ്പായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പം എന്ത് ചെയ്യുക, ഭയങ്കര എല്ലാവരുടെയും ലൈഫിൽ എപ്പോഴും എല്ലാ ദിവസവും സൂപ്പർ ദിവസമായിരിക്കില്ല. അപ്പോൾ ചില ദിവസങ്ങളൊക്കെ വളിപ്പ് ദിവസമായിരിക്കും. അപ്പോൾ എനിക്ക് ഇന്നലെ ഭയങ്കര വളുപ്പ് ദിവസമായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ ഫുൾ ഡീമോട്ടിവേഷനായിട്ട് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പം ഇന്നും ഞാൻ രാവിലെ തൊട്ട് വെറുതെ ഇരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത് അറിയാതെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പ്രത്യേകിച്ചില്ലാഞ്ഞിട്ടല്ലേ, കുറേ പണി എനിക്ക് ചെയ്യാനുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മൂഡ് ഉണ്ടായില്ല ഒന്നും ചെയ്യാൻ. അങ്ങനെ ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കണേന്ന്. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പം ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ, അപ്പം എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്കൊരു സന്തോഷം വരും. ഞാൻ വീഡിയോ എടുക്കുന്നത് മെയിൻലി എനിക്ക് ഭയങ്കര സന്തോഷമാണ് വീഡിയോ എടുക്കുന്നതിൽ. ഇപ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ട് വീഡിയോ വയ്ക്കും. പക്ഷേ ഞാൻ നോർമൽ വീട്ടിലിരിക്കുന്ന കോലാണ്. കണ്ടില്ലേ, ഞാനിപ്പോൾ തലയിൽ എണ്ണ ഇട്ടിരിക്കുകയാണ് കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് അപ്പം നിങ്ങളടുത്ത് സംസാരിക്കാം. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് ഞാനിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നു ഉച്ചക്കത്തെ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ച് എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട സാധനമായിരുന്നു ഈ ഓറഞ്ച് ലേസ്. ആ ഓറഞ്ച് ലേസ് ഇപ്പം ഞാൻ കഴിച്ച്. പിന്നെ ഞാൻ ഡയറി മിൽക്ക് കഴിക്കാൻ വിചാരിച്ച് ഞാൻ പോയി. പക്ഷേ എനിക്ക് ഡയറി മിൽക്ക് കിട്ടിയില്ല, അതിന് പകരം മഞ്ചാണ് കിട്ടിയത്. അപ്പം ഞാൻ മഞ്ച് കഴിച്ചു. എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ദിവസം ഭയങ്കര ബോറാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി നമുക്ക് മാത്രമേ നമ്മുടെ ദിവസം മാറ്റാൻ പറ്റുള്ളൂ. നമുക്ക് വേറൊരാളുടെ അടുത്ത് എത്ര സംസാരിച്ചാൽ അല്ലെങ്കിൽ വേറൊരാൾ നമ്മളേക്ക് എത്ര അഡ്വൈസ് തന്നിട്ടും ഒരു കാര്യമില്ല. കാരണം നമുക്കേ അറിയുള്ളൂ നമ്മുടെ പ്രശ്നം എന്താണ്. അപ്പം നമ്മളുടെ കാര്യങ്ങളൊക്കെ ലൈക്ക് നമ്മൾ തന്നെ എണീക്കണം. ഇപ്പോൾ നമ്മൾ തന്നെ എണീറ്റ് നമ്മൾ തന്നെ ഓക്കെ ശരി ഇത്രയും ചെയ്തത് ഓക്കെ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒരു ദിവസം മൊത്തം കൂടെ കിടന്നുറങ്ങിയെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം, അപ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്കൊരു സന്തോഷം വരുമല്ലോ വിചാരിച്ചു. അപ്പം ഇപ്പം എന്നിട്ട് ഫസ്റ്റ് ഞാനിപ്പോൾ കുളിക്കാൻ പോകുന്നതാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്, അപ്പം അത് ചെയ്യാം. പിന്നെ നമുക്കിങ്ങനെ ഭയങ്കര ബോറടിച്ചിരിക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. ഇന്നലെ ഞാൻ രാത്രി വന്നിട്ട് ഒരു രോമാഞ്ചം സിനിമ കണ്ടായിരുന്നു. ആ സിനിമ ഫുൾ കോമഡി ആയിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നല്ല കോമഡി സിനിമയായിരുന്നു. അതുകൊണ്ട് നല്ല രസമായിരുന്നു, കുറേ ചിരിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട ലേസ് ചോദിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം വന്നു. അങ്ങനെയാണ് എനിക്കിപ്പോൾ എന്തെങ്കിലും ബാഡ് ഡേ ആണെങ്കിൽ ഞാൻ ലൈക്ക് എന്തെങ്കിലും ഒരു പുതിയ ഒരു സന്തോഷമുള്ള ഒരു കാര്യം ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അറിഞ്ഞൂടെ ഞാൻ എന്താ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒറ്റ വീഡിയോയിലടന്ന് മൊത്തം ഞാൻ പറയുന്നു, ഒരു കട്ട് പോലും ഇല്ലാതെ. ഇപ്പം ഞാൻ കുളിച്ചിട്ട് വന്നത് പിന്നെ കുറച്ച് സെൽഫ് കെയർ ചെയ്യാണ്. ജസ്റ്റ് ഞാനൊരു ഒരു സ്പ്രേ അടിച്ച് പിന്നെ ഞാൻ ഒരു ലിപ് ബാം ഇടുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചു, പക്ഷെ ഞാനത് കഴിഞ്ഞ് ഉറങ്ങിപ്പോയി. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ ഇത്ര നേരം ചെയ്തത്. ആക്ച്വലി അപ്പം ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ, നമുക്കപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ദിവസങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫിലിം കാണാം, ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ച് കഴിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ലൈക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഫോഴ്സ്ഫുള്ളി നമുക്ക് ചെയ്യാണെന്ന് തോന്നരുത്, അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനത്തെ ഒരു കാര്യമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ചെയ്യുക, പിന്നെ ഫിലിം കാണാം. അപ്പം ഞാൻ അത് രണ്ടും ചെയ്തു. പിന്നെ ഇനി സെൽഫ് കെയർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ സെൽഫ് കെയർ ചെയ്തു. സെൽഫ് കെയർ അങ്ങനെ ഭയങ്കര സെൽഫ് കെയർ ഒന്നും ചെയ്യില്ല. ഞാൻ നന്നായിട്ടൊന്ന് കുളിച്ചതെല്ലാവരും കുളിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ക്രീമൊക്കെ തേക്കുമെങ്കിൽ അതൊക്കെ തേക്കുക. അങ്ങനെ നിങ്ങളെ തന്നെ കെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം വരും. പിന്നെ ഇപ്പം ഞാനിപ്പോൾ വിചാരിച്ചത് ഞാനിപ്പോൾ കുറച്ച് നെയിൽ പോളിഷൊക്കെ ഇടാം. ബിക്കോസ് എൻ്റെ കയ്യിൽ നെയിൽ പോളിഷൊക്കെ ഭയങ്കര ബോറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നെയിൽ പോളിഷൊക്കെ ഇടാം അങ്ങനെ വിചാരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് ഇപ്പം, അതും കൂടി ചെയ്യാം. ഇപ്പോൾ വല്ല മൂവിയൊക്കെ ഇട്ടിട്ട് ഞാൻ നോർമലി എങ്ങനെ വർക്ക് ചെയ്യുക വിചാരിച്ചാൽ
ഇപ്പോൾ പഠിക്കാനുള്ള കാര്യമാണെങ്കിൽ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരിക്കലും പാട്ടൊക്കെ പാട്ട് വെച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്കങ്ങനെ പാട്ട് വെച്ചാൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷേ അതേസമയം ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പാട്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കൂടുതലും പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പാട്ട് കേട്ടിട്ടാണ്. അപ്പോൾ എനിക്കിഷ്ടമാണ് പാട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു സിനിമ ഇട്ടിട്ട് അതിൻ്റെ മുമ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. കാരണം ഞാൻ അതിൽ ശ്രദ്ധിക്കില്ല. പക്ഷേ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പാട്ടൊക്കെ ഉണ്ടാവും. അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം സമയം 7 കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കുന്നത് അത് രണ്ടും കൂടി ചെയ്യാമെന്നാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ പറ്റുവാണെങ്കിൽ കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്യാം.